ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അതേപോലെ തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗിനെ പറ്റി എന്താണ് അഭിപ്രായം, അത് നല്ലതാണോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. സാധാരണ നോർമലായിട്ടുള്ള സ്പാർക്ക് പ്ലഗ് കുറേ കഴിയുമ്പോഴത്തേനും അത് മിസ്ഫയർ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ലൈഫ് ലോങ് ആയിട്ട് അതിൻ്റെ അപ് ടു എൻഡ് ഓഫ് ലൈഫ് വരെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം നോർമൽ സ്പാർക്ക് പ്ലഗിൻ്റെ സെൻട്രൽ ഇലക്ട്രോഡ് കോപ്പറാണ്. പക്ഷേ ഇറിഡിയം എന്ന് പറഞ്ഞ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് സെൻട്രൽ ഇലക്ട്രോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫൈൻ ആയിട്ടുള്ള വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്പാർക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ടെമ്പറേച്ചർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലുമാണ്. ഇത് ലേസർ വെൽഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇറിഡിയം സ്പാർക്ക് പ്ലഗുകൾ നിക്കൽ കോട്ടിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് കൊറോഷനെയും അതേപോലെ തന്നെ റെയിനി കാലാവസ്ഥയിലൊക്കെ അതിൻ്റെ പെർഫോമൻസ് ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടുത്തതായി ഇതിൻ്റെ ഇൻസുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള അലുമിനിയം കോമ്പോസിറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ടുള്ള സ്പാർക്കിങ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ഫൈനലി അതിൻ്റെ ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെ കട്ടിങ് വളരെ പ്രിസൈസ് ആയിട്ടാണ് മറ്റുള്ള സ്പാർക്ക് പ്ലഗിനെ അപേക്ഷിച്ചിട്ട് ചെയ്തിട്ടുള്ളത്.